നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ഡെഫിനറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനെ ക്യാപ്പ് ഇടുക. സാധാ പല്ല് പോലെയല്ല നമ്മൾ ഈ ക്യാപ്പ് ചെയ്ത പല്ല്, അതിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്നവർക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഡെൻ്റൽ ചെക്കപ്സിന് വന്നിട്ടുണ്ടെങ്കിൽ കുറേ വർഷം, ഈവൻ 20 years and more, ഒരു റൂട്ട് കനാൽ ചെയ്ത പല്ല് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റന അഭിലാഷ്, ഡെന്റിസ്റ്റ്, ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്ത ആൾക്കാർ അത് എങ്ങനെ സംരക്ഷിക്കണമെന്നും അതിന് ക്യാപ്പ് ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടിയാണ് അറിയേണ്ടത്. എന്താണ് ഡോക്ടർ പറയാനുള്ളത്? നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ഡെഫിനറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനെ ക്യാപ്പ് ഇടുക. റൂട്ട് കനാൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഇൻഫെക്റ്റഡ് പൾപ്പ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ പുറത്തൊരു ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് അടയ്ക്കുന്നതിൻ്റെ പ്രോസസ്സാണ് ഈ റൂട്ട് കനാൽ. ഓക്കെ. അപ്പം നമ്മൾ ആ പൾപ്പ് എടുത്ത് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പല്ലിനുള്ള നറിഷ്മെൻറ്റ് പിന്നെ ആ പല്ലിന് കിട്ടത്തില്ല. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് ബ്രിട്ടിലാകാൻ തുടങ്ങും. അതായത് അതിന് പൊട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫില്ല് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ ക്യാപ്പിട്ട് അതിനെ സംരക്ഷിക്കണം. പലരും റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം അവർ ക്യാപ്പ് ഇടാറില്ല, അത് ഫില്ലിങ്ങുമായിട്ട് അങ്ങ് നടക്കും. പിന്നെ അത് കുറേ കഴിയുമ്പോഴത്തേക്കും ആ പല്ല് പൊട്ടിപ്പോവും. ചിലവർ മിക്കവാറും ഒക്കെ കോസ്റ്റ് വെച്ചിട്ടാണ് അവർ അത് ചെയ്യാതെ ഇരിക്കുന്നത്. റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ഇനി അത് ക്യാപ്പിന് കോസ്റ്റ് ആവുമെന്ന് വെച്ചിട്ടാണ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ അത് വളരെ ഒരു തെറ്റായ ഒരു ഡിസിഷനാണ്. കാരണം ഈ പല്ല് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പല്ലെടുക്കുന്ന കണക്ക് ഈ പല്ലിനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ബ്രിട്ടിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സർജിക്കലി ഈ പല്ല് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതേപോലെ ആ ചാർജും ആവും. അപ്പം നമ്മൾ ഈ ക്യാപ്പ് ഇട്ട് സംരക്ഷിക്കുന്നതിനെക്കാട്ടിയും ചിലപ്പോൾ ചാർജ് ആവും ആ പല്ലെടുക്കുന്നതിന്. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മളൊരു റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്യാപ്പ് ഇട്ട് തന്നെ സംരക്ഷിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഇത് കൊടുത്ത് റൂട്ട് കനാൽ ചെയ്തതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല, റിസൾട്ട് കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഒരു മെറ്റൽ ക്യാപ്പ്, അകത്തെ പല്ലാണെങ്കിൽ ഒരു മെറ്റൽ ക്യാപ്പെങ്കിലും ഇടാൻ ശ്രമിക്കുക. അത് വലിയ കോസ്റ്റ് ആകത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പല്ല് ഗ്രാജുവലി പൊട്ടി പോവും. അതിന് ആ സ്ട്രെങ്ത് മാത്രമേ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പല്ല് നമുക്ക് പിന്നീട് ബ്രഷ് ചെയ്യുമ്പോഴായിരുന്നാലും എങ്ങനെയാണ് അത് സംരക്ഷിക്കേണ്ടത്? സാധാ പല്ല് പോലെയല്ല നമ്മൾ ഈ ക്യാപ്പ് ചെയ്ത പല്ല്, അതിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് അതിനെ ബ്രഷ് ചെയ്ത് അതിനെ ഫ്ലോസ് ചെയ്ത്, അതായത് കറക്റ്റ് രീതിയിൽ ബ്രഷ് ചെയ്യണം. മുകളിലത്തെ പല്ലാണെങ്കിൽ മുകളിൽ താഴോട്ട് തന്നെ ബ്രഷ് ചെയ്യണം. താഴത്തെ പല്ലാണെങ്കിൽ താഴേന്ന് മുകളിലോട്ട് തന്നെ ബ്രഷ് ചെയ്ത് അഴുക്ക് ഇളക്കി കളഞ്ഞിട്ട് കറക്റ്റായിട്ട് ഫ്ലോസ് ചെയ്ത് ആ പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകൾ ഇളക്കി കളയണം. പിന്നെ ഈ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു കൃത്യമായിട്ടുള്ള ആദ്യം ഒരു 3 months, പിന്നെ 6 months, പിന്നെ ഇയർലി ഒരു ചെക്കപ്പ് കൃത്യമായിട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് അത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും വേറെ ഇൻഫെക്ഷനോ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ ആൾക്കാർ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും അടുത്തൊരു പല്ല് കേടാകുമ്പോഴേ വരത്തുള്ളൂ. പക്ഷെ അതൊരു റോങ് മെത്തേഡാണ്. ഒരു ക്യാപ്പ് ഇട്ടതിന് ശേഷവും റെഗുലർ ആയിട്ടുള്ളൊരു ഡെന്റൽ ചെക്കപ്പിന് കൃത്യമായിട്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ പറഞ്ഞ കണക്ക് പല്ല് ഒന്നി ആടി ഇളകി പോകും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടതിന് ശേഷം ആ പല്ല് പിന്നീട് എന്തെങ്കിലും കേടാവാൻ, അല്ലെങ്കിൽ അത് എത്ര നാള് നമുക്ക് ഈ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് സംരക്ഷിച്ച് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും? റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്നവർക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഡെൻ്റൽ ചെക്കപ്സിന് വന്നിട്ടുണ്ടെങ്കിൽ കുറേ വർഷം, ഈവൻ 20 years and more,
ഒരു റൂട്ട് കനാൽ ചെയ്ത പല്ല് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു അത്രയും 20 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പല്ലിന് വേറെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് വീണ്ടും വേദന വരും? ഈ പറയുന്ന കണക്ക് വേദന വരാം, ടെൻഡർനെസ്, അത് ഭയങ്കര പെയിൻ ആ ഏരിയയിൽ വരാൻ പറ്റും. അപ്പം ചിലപ്പോൾ നമ്മളത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ വേറെ ഇൻഫെക്ഷൻ, അതായത് ചിലപ്പോൾ ഫുഡ് അകത്ത് കയറിയിട്ട് സൈഡിൽ കൂടെയൊക്കെ അകത്ത് കയറിയിട്ടുള്ള ഇൻഫെക്ഷൻസിന് ആകാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ പറ്റും. അപ്പം ചിലപ്പോൾ വീണ്ടും റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രോഗ്രഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലെന്ന് നേരത്തെ നമുക്ക് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ക്യാപ്പ് മസ്റ്റായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ക്യാപ്പ് മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ. ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പിന്നീട് വരുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും ഇവർ ചിലപ്പോൾ ഇടാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം കറക്റ്റായിട്ട് രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് കുറവാണ്. അതിൻ്റെ ബൈറ്റൊക്കെ നേരെ നോക്കിയിട്ടാണ് ഇടുന്നത്. അപ്പം നോർമൽ പല്ല് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഏത് പല്ലാണ് ചെയ്തിട്ടുള്ളത് പോലും നമ്മൾ ഓർക്കത്തില്ല. അത്രയും നമ്മൾ അത് യൂസ്ഡ് ആയിക്കോളും. അത് ഒരു ഇതും വരാൻ സാധ്യതയില്ല. നമുക്ക് പല്ലിൽ ഇൻഫെക്ഷൻ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഡോക്ടർ എന്തായാലും മസ്റ്റായിട്ടും ഒരു റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്യാപ്പ് ഇടേണ്ടത്. ആ ക്യാപ്പ് ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ക്യാപ്പ് ഇടാൻ മടിക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും അത് കറക്റ്റായിട്ട് തന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഭക്ഷണം ചവച്ചരച്ച് തന്നെയാണ് കഴിക്കേണ്ടത്, അല്ലേ ഡോക്ടർ? ഓക്കെ. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.